ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ മൊബൈലിലൂടെ എങ്ങനെ ഒരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് സെറോദയുടെ കൈറ്റിൻ്റെ ആപ്പാണ്. ഒരു ഷെയർ മാർക്കറ്റിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചാനലുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് സെറോദയുടെ കൈറ്റ് എന്ന ആപ്പാണ്, മൊബൈൽ ആപ്പാണ്. നിങ്ങൾ ഏത് ബ്രോക്കറാണ് അക്കൗണ്ട് ഉള്ളത് അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, എന്നാലും ബേസിക് ആയിട്ടുള്ളൊരു ഇത് മനസ്സിലാവും. ഓക്കെ, ഞാൻ സെറോദയുടെ കൈറ്റ് എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി അതിൽ ഐഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്നത് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് നോക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെയർസ് അവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഷെയർ സെർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടത്. ഞാൻ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് റിലയൻസിൻ്റെ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി റിലയൻസ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ, റിലയൻസ് കിട്ടി. അത് താഴെയാണ് വന്നിട്ടുള്ളത്. നമുക്കത് വേണമെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ആ സൈഡിലുള്ള ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് മേലോട്ടേക്കോ താഴോട്ടേക്കോ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് തന്നെ വരാം. പിന്നെ റിലയൻസ്. ഓക്കെ, ഇനി ഇതിൽ ഷെയർ രണ്ടാമത് കാണുന്നത് അതിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഓർഡർ ബുക്കാണ്. അത് കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ പൊസിഷൻസും ഹോൾഡിങ്സും ആണ്. ഓക്കെ, ആദ്യം ഇതിലേക്ക് തന്നെ വരാം, വാച്ച് ലിസ്റ്റിലേക്ക് തന്നെ വരാം. റിലയൻസ് അത് നമുക്ക് ഇന്ന് ബയ്യോ സെല്ലോ വേണ്ടോ എന്നുള്ളത് കൊടുക്കാം. ഞാനിപ്പോൾ സെല്ലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ മുകളിൽ MISO CNC ഒന്ന് സെലക്ട് ചെയ്യണം. MIS എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേക്കുള്ള ഷെയർ ബൈ ചെയ്യുന്നത്. CNC ക്യാഷ് ആൻഡ് ക്യാരി, അതായത് ഹോൾഡിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷണൽ ബൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് CNC. അതായത് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വെക്കുന്നുണ്ടെങ്കിൽ MIS, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയിട്ട് നമ്മളെ കയ്യിൽ വെക്കാനാണെങ്കിൽ CNCയിൽ വാങ്ങണം. മുകളിൽ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ, SLM എന്നെല്ലാം ഉണ്ട്. മാർക്കറ്റ് ഓർഡർ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അതേ റേറ്റിന് ബൈ ആവും. ലിമിറ്റ് ഓർഡറിലാണെങ്കിൽ ഇപ്പോൾ ഒരു 1396 ഇന്നത്തെ ഇപ്പോൾ ഉള്ള റേറ്റ്. അപ്പോൾ 1400 വാങ്ങണമെങ്കിൽ ലിമിറ്റ് ഇട്ടിട്ട് അവിടെ 1400 ഇട്ടാൽ മതി, അങ്ങനെ വാങ്ങാൻ പറ്റും. ഇതിൽ താഴെ കാണാൻ പറ്റും ബ്രാക്കറ്റ് ഓർഡർ, റെഗുലർ ഓർഡർ. ബ്രാക്കറ്റ് ഓർഡർ പറഞ്ഞാൽ നമുക്ക് അതിലെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റും, ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിതിൽ ഒരു 5 റുപ്പീസ് സ്റ്റോപ്പ് ലോസും ഒരു 10 റുപ്പീസ് ടാർഗറ്റും സെറ്റ് ചെയ്യുന്ന വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് അത് 1:2 റേഷ്യോയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കവർ ഓർഡർ പറഞ്ഞാൽ നമുക്കതിൽ സ്റ്റോപ്പ് ലോസ് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രാക്കറ്റ് ഓർഡർ ആകുമ്പോൾ രണ്ട് ഗുണമുണ്ട്, അതിൽ തന്നെ നമുക്ക് ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഇപ്പോൾ ഒഴിവാക്കാം. ഇതിൽ നോർമൽ റെഗുലർ ഓർഡർ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാനിപ്പോൾ ബൈ ചെയ്യാൻ ഇപ്പോൾ സെൽ ഓർഡർ, അതേപോലെ ഇപ്പോൾ ബൈൻ്റെ ഓർഡർ ഇട്ടുന്നു. ഞാൻ ഒരു 50 ക്വാണ്ടിറ്റി റിലയൻസിൻ്റെ ബൈ ഓർഡർ ഇട്ട്, അതായത് MISലാണ് ഇട്ടത്. MIS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു ഇൻട്രാഡേ ഓർഡർ. ഓക്കെ, ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇപ്പോൾ റിലയൻസ് നമുക്കിപ്പോൾ ഓർഡർ ബുക്കിൽ പോയാൽ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൽ കാണാൻ പറ്റും. പെൻഡിങ് ഓർഡറിലല്ല, എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൽ കാണാൻ പറ്റും അത്. ഇപ്പോൾ ഇത് പൊസിഷൻസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഓർഡർ എക്സിക്യൂട്ട് ആയി. ഓക്കെ, നമ്മളെ പൊസിഷൻ ഇപ്പോൾ റേറ്റ് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനൊരു ഡെമോ പോലെ വാങ്ങിയതാണ്, ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിതിലൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിയിട്ടുള്ളത് 1399. അപ്പോൾ നമുക്കൊരു ഇന്നത്തെ ഇപ്പോൾ ചാർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ അതായത് ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ റിസ്ക് കുറക്കാൻ വേണ്ടി. ഇപ്പോൾ ഇന്നത്തെ ചാർട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത് ഇന്ന്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ലോവും വെക്കാം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയിട്ടോ മറ്റോ വെക്കാം, റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന് മിക്കവാറും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് കുറവാണ് ഇന്ന്, കാരണം ഇന്ന് ഭയങ്കര ബിയറിഷ് ഡേ ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയാൽ അത് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും.
ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ഇതിൽ ഒരു 50 ക്വാണ്ടിറ്റിയേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നല്ല ബിയറിഷാണ്, അപ്പോൾ ചിലപ്പം നല്ല രീതിയിൽ വീഴാനും ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ഡെമോ പോലെ ഞാൻ ഇതൊരു ബൈ ചെയ്തിട്ട് വെച്ചാണ്. ഓക്കെ, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡലിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് അതായത് 1403 അല്ല 1393 സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ SLM ആണ് ഞാൻ ഇട്ടത്. അതായത് SLM സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ പറഞ്ഞാൽ 1393 താഴെ പോയാൽ അപ്പോൾ തന്നെ അത് സെല്ലാവും, ലോസ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കയറിപ്പോയിട്ടുണ്ട്, 1400 കടന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റോപ്പ് ലോസ് കുറച്ച് കയറ്റി ഇട്ട് ഞാനിപ്പോൾ 1397 ഇട്ട്, അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കുറച്ച് കയറ്റിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വിഡ്രോവലിൻ്റെ ഭാഗം കാണിക്കാം. ഇതിൽ ഫണ്ട്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്താൽ, ആ ആപ്പിൽ ഫണ്ട്സ് എന്നുള്ള ഇത് സെലക്ട് ചെയ്താൽ അതിൽ നമ്മളെ ബാലൻസും കാര്യങ്ങളെല്ലാം കാണിക്കും, ഇന്നത്തെ പ്രോഫിറ്റും. ഇതിൽ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. വിഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇന്ന് ആ അക്കൗണ്ടിലുള്ള പൈസ തിരിച്ച് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ എടുക്കാനുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, ഞാൻ ഇത് ഇപ്പോൾ കുറേ ടൈം ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാനിത് എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ സെറോദാൻ്റെ കയ്യിൽ എങ്ങനെയാണ് ബൈ ഓർഡറും സെൽ ഓർഡറും ഇടേണ്ടതെന്നും മൊബൈലിൽ എങ്ങനെ ഒരു ഷെയർ ബൈയും സെല്ലും ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിലുള്ളത്, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. ഓക്കെ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.